സ്ക്രിപ്റ്റുകൾ എപ്പോഴും മലയാളികൾക്ക് എക്സൈറ്റ്മെന്റ് ഒരു സർപ്രൈസ് എലമെന്റ് എന്തായാലും ഉണ്ടാവും. ഒരു ഹ്യൂമർ എലമെന്റ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പം ട്രെയിലർ കണ്ടപ്പോഴും ഒരു ഫീല് കിട്ടി, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് കണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ശ്രീനിച്ചാന്റെ അടുത്ത് പറഞ്ഞപ്പോഴേക്കും എന്തായിരുന്നു റിയാക്ഷൻ? ഞാൻ ഈ നടന്ന സംഭവം, ഇതൊരു എന്താ പറയണ്ടത്, ഇതിന്റെ ഒരു സ്ക്രീൻ പ്ലേയോ അതൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഈ നടന്ന സംഭവം, എൻ്റെ കൂട്ടുകാരൻ്റെ ജീവിതത്തിൽ നടന്ന ഈ സംഭവം അതേപടി എടുത്ത് നറേറ്റ് ചെയ്ത്. പ്രശ്നമുണ്ടോ? ഫോണുണ്ടോ? ഇരിക്കണം മുഴുവൻ ഫോണല്ലേ, ഫോണ് മൈക്കിന്റെ അടുത്ത് ഫോണൊന്നും ഇപ്പൊ അങ്ങനെ വെച്ചൊന്നും പറ്റിയല്ല. ഇതൊക്കെ പണ്ട് കാലത്താണ്. ശരി. അപ്പൊ അച്ഛൻ്റെ അടുത്ത് ഈ സംഭവം അതേപടി, ഈ നടന്ന സംഭവം, ആ രാത്രിയിൽ നടന്ന ആ സംഭവം അതേപടി പറയുക ചെയ്ത്. അപ്പൊ പുള്ളി അതിനെ ഒരു എന്താ പറയുക, ഇതിങ്ങനെ സിനിമയായി വരും ഒക്കെ, ഇത് സിനിമയായി വന്നാൽ രസം ഉണ്ടാവും എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് നമ്മള്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതില് എൻ്റെ അച്ഛനായിട്ടാണ് അപ്പോ അച്ഛൻ അഭിനയിച്ചിരിക്കുന്നത്, അപ്പൊ അതിനകത്ത് ഒരു ചെറിയൊരു വേഷം ഉണ്ടെന്ന് ചോദിച്ചാൽ പുള്ളി സന്തോഷത്തോടെ വന്ന് ചെയ്തു തന്നു. അത് അതുകൊണ്ടല്ലടാ നമ്മൾ കഴിഞ്ഞ വർഷം തൊട്ട് ഇത് റിലീസ് ചെയ്യാൻ കാരണം, കഴിഞ്ഞ വർഷം നമ്മൾ ഓണത്തിന് നോക്കിയപ്പോൾ ഇവർ കൊണ്ടലുണ്ടായിരുന്നു. കൊണ്ടലിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ്, മിന്നലിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ്, പിന്നെ ഇതാണ് നടന്ന സംഭവം. ഇപ്പൊ എന്റെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലന്റെയും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ്. അപ്പൊ ഇവരുടെ തന്നെ സിനിമകൾ കറക്റ്റ് സമയത്ത് ഓരോ സിനിമകൾ ഉണ്ടായത് കൊണ്ട് തന്നെ അപ്പൊ നമ്മളൊരു സമയം നോക്കി പിന്നെ എല്ലാം ഈ തിരക്കും പരിപാടി എല്ലാം, കാരണം കഴിഞ്ഞ മാസങ്ങളും വർഷങ്ങളൊക്കെ എല്ലാ ആഴ്ചയും 3-4 റിലീസൊക്കെ ഉണ്ടായിരുന്ന സമയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്, അപ്പോഴേ വരുള്ളൂ. അപ്പൊ അത് അങ്ങനെ നമ്മള് ഒരു കറക്റ്റ് ഒരു സമയം നോക്കി. പിന്നെ ഈ ഫെബ്രുവരി മാസം ഞാൻ ആക്ച്വലി എനിക്ക് കമ്മിറ്റ്മെന്റ് ഒന്നും ഇല്ലായിരുന്നു. അപ്പം നമ്മൾ പ്രൊമോട്ട് ചെയ്യാനും എല്ലാവരും ഫ്രീ ആയിരിക്കുന്ന ഒരു സമയം എന്നുള്ള രീതിയിൽ ഈ ഒരു റിലീസ് ഈ മാസം നോക്കിയതാണ്. എടാ അങ്ങനെ വിശ്വാസം എന്ന് വെച്ചാൽ നമ്മള് വിശ്വാസത്തിന്റെ പുറത്താണല്ലോ നമ്മളിത് സിനിമയാക്കിയത്. അന്നൊരു വിശ്വാസം ഉള്ളത് കൊണ്ടാണല്ലോ. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് സിനിമ നമ്മള് ഒരു കഥ ഇഷ്ടമായി, നമുക്കൊരു എല്ലാവരോടും പറഞ്ഞ് ഇഷ്ടമായതിനു ശേഷം ഇത് ഏത് ഘട്ടത്തിൽ വേണമെങ്കിൽ പാളിപ്പോവാം. മനസ്സിലായി? ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നന്നായി ഷൂട്ട് ചെയ്ത് വരണം, ഇതിന്റെ ബാക്കിയുള്ള എല്ലാ സാഹചര്യങ്ങളും കറക്റ്റായിട്ട് വരണം, നല്ല പെർഫോമൻസ് വരണം. നമ്മളിപ്പോൾ ഇപ്പോൾ കാസ്റ്റിംഗ് അല്ലെങ്കിൽ ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഇപ്പം ഞാൻ രമേശ് ഏട്ടനെയും ധർമ്മേട്ടനെയും വെച്ചിട്ടാണ്, ഇവരുടെ കോമ്പിനേഷനാണ് ഞാൻ ആദ്യം പിടിക്കാൻ വെച്ചത്, ഈ പോലീസുകാരുടെ. അപ്പൊ എനിക്ക് ഇവരെ ഓഫ് സ്ക്രീൻ അല്ലെങ്കിൽ ഇവരുടെ സ്റ്റേജ് ഷോസും അല്ലെങ്കിൽ ഇവരുടെ ബഡായി ബംഗ്ലാവിലെ പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അപ്പൊ ഞാൻ ആദ്യം ആലോചിച്ചപ്പോൾ ഇവർ ഓൺ സ്ക്രീൻ വരുമ്പോൾ ഭയങ്കര ഒരു കെമിസ്ട്രി ഉണ്ടാവുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചിരുന്നത്. പിന്നെയാണ് രമേശ് ഏട്ടനും അജു ഒരു കോംബോ വരുവാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും. അപ്പൊ ഇവര് ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് ഓൺ സ്ക്രീൻ ചില ആൾക്കാർക്ക് ഒരു കെമിസ്ട്രി ഉണ്ടാവില്ല, ഒരു ഗിവ് ആൻഡ് ടേക്ക്. അപ്പൊ ഇതൊക്കെ കറക്റ്റായിട്ട് വരണം. ഇതിൽ ഏതെങ്കിലും പാളിപ്പോയി കഴിഞ്ഞാലും ഇതൊന്നും കറക്റ്റ് വന്നില്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലൊന്നും പരിപാടി വർക്കാവില്ല. ജീവ ആയിക്കോട്ടെ, ദിവ്യനായിക്കോട്ടെ, എനിക്ക് ഈ പറയുന്ന ഇതിലുള്ള എല്ലാ കഥാപാത്രങ്ങളും ഞാൻ കണ്ടിട്ടുള്ളതും എനിക്കറിയാവുന്ന എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. ജീവ ചെയ്ത റോൾ ആയിക്കോട്ടെ, ദിവ്യൻ ചെയ്തായിക്കോട്ടെ, ഇവരെയൊക്കെ ഞാൻ എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പം ഇവരെയൊക്കെ എനിക്ക് എവിടെയെങ്കിലുമൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് ജീവയുടെ ഷോസും അല്ല ആങ്കർ ചെയ്തതും അല്ലെങ്കിൽ ജീവയുടെ യൂട്യൂബ് ഇതൊക്കെ ഞാൻ കണ്ടിരുന്നു. അപ്പം ആ രീതിയിൽ എനിക്ക് എൻ്റെ ഈ കൂട്ടുകാരനുമായിട്ട് എനിക്ക് അധികം റിലേറ്റ് ചെയ്യാൻ പറ്റും. ദിവ്യനെ എനിക്ക് ഇതേപോലെ സിനിമക്കപ്പുറത്തൊരു പരിചയവും ബന്ധമുണ്ട്. ദിവ്യനാണ് ഈ പ്രൊജക്റ്റ് ആദ്യം ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പം ദിവ്യനോട് ഞാൻ അങ്ങോട്ട് ചോദിക്കുക, അതിനത് ചെയ്യുമോ? കാരണം പഴയ വിൻറ്റേജ് മുകേഷ് ഏട്ടൻ്റെ ചില മാനറിസവും ഇതൊക്കെ അളിയൻ്റെ കയ്യിലുണ്ട്. അപ്പം എനിക്ക് പെട്ടെന്ന് അളിയത് ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും. അപ്പൊ ആ രീതിയിൽ ഇതൊക്കെ എല്ലാം ഒത്തു വന്നാൽ മാത്രമേ ഒരു കംപ്ലീറ്റ് ഒരു സാധനം ഉണ്ടാവുള്ളൂ. ആ രീതിയിൽ പെർഫോമൻസ് വൈസ് എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും മികച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചതുപോലെ നമ്മൾ ആർട്ടിസ്റ്റ് പെർഫോമൻസ് ഉണ്ടല്ലോ, എന്നാൽ പോലും നമ്മൾ ഷൂട്ട് ചെയ്ത സമയത്ത് നമുക്ക് ചില റെസ്ട്രിക്ഷൻസും കാരണം നമ്മൾ ഷൂട്ട് ചെയ്ത സമയത്ത് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നമ്മൾ സോർട്ട് ചെയ്ത് പോയി. പക്ഷെ ആർട്ടിസ്റ്റ് പെർഫോമൻസിൽ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര വിശ്വാസമുണ്ട്. ഇവരുടെയൊക്കെ ഒരു കരിയർ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞു. രമേശ് ചേട്ടൻ എനിക്കൊന്ന് കപ്പൽ മലയാളിക്ക് ശേഷം രമേശ് ചേട്ടൻ്റെ കരിയർ ബ്രേക്ക് ആയിരിക്കും ഈ സാധനം അല്ലേ? കപ്പൽ മുതലാളി കണ്ടിട്ടാണ് ഇത് കാണുന്നതെങ്കിലല്ലേ നിങ്ങൾക്ക് ആരാധന തോന്നും പുള്ളിയോട്.
കണ്ടവരൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷേ ഇപ്പൊ അന്നൊക്കെ സിനിമ ഇറങ്ങുമ്പോൾ ഇവനെ പോലെ വന്നിരുന്ന തള്ളാനുള്ള സൗകര്യങ്ങളില്ലായിരുന്നു. അതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അന്ന് പത്രത്തിൽ ഭയങ്കര വിലയാണ് ഒരു കാലടി പരസ്യം കൊടുക്കുന്നതിന് തന്നെ. അങ്ങനെ കൊടുത്തിട്ടുള്ളതാണ്. പണിയെടുത്തത് അത് തന്നെ. നീ കാരണം അവർക്ക് പ്രൊമോഷൻ കൊടുക്കുക. അപ്പൊ നേരത്തെ ചോദിച്ചത് വിശ്വാസം ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ എടാ നല്ല എഴുത്താണ്, വിശ്വാസമുണ്ട്. രമേശ് ചേട്ടാ, ഒരുപാട് സ്ക്രിപ്റ്റുകൾ കണ്ടിട്ടുള്ള ആളാണ്. അപ്പൊ നല്ല ഹ്യൂമർ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് താങ്കൾ. അപ്പം ധ്യാനെ പോലുള്ള ഒരു ആക്ടറെ നമുക്കറിയാം. സ്ക്രിപ്റ്റ് റൈറ്റർ മുമ്പിലേക്ക് വരുമ്പോൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അങ്ങനെ ഉണ്ടായിരുന്നു അത്? ഇവന് എനിക്ക് ഇവന്റെ വീട്ടിൽ ഇവന്റെ അച്ഛൻ, എന്റെ ചേട്ടൻ, ഇവർക്കൊക്കെ എഴുത്ത് ഇവരുടെ കഥാപാത്രത്തെ എഴുതുന്നതിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഇവർക്ക് എഴുത്ത് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടമാണ്. ഇവന് ചെയ്ത എല്ലാ പടങ്ങളും ഞാൻ കണ്ടിട്ടില്ല, എങ്കിലും എനിക്ക് എഴുത്തിലാണ്, ഇവന് അഭിനയത്തിൽ കുറച്ചുകൂടി കംഫർട്ട് നോക്കുന്ന ഒരാളാണ്. ഇവൻ അങ്ങനെ ഒക്കെ നോക്കി വയ്ക്കുന്ന ഒരാളാണ്. പക്ഷെ എഴുത്ത് കുറച്ച് അധ്വാനിച്ച് എഴുതുകയും ഇവനറിയാവുന്ന കഥയായതിൻ്റെ ഒരു വലിയ സൗകര്യമുണ്ട്. ഇവനതിനകത്ത് ആ കഥയിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതിനോട് ഏറ്റവും ആ കണ്ട കാര്യങ്ങളോട് ഏറ്റവും നീതി പുലർത്തി നിൽക്കുക, കണ്ടതിനെ എങ്ങനെ സിനിമാറ്റിക് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് കൂടുതലും നോക്കിയിട്ടുള്ളത്. പിന്നെ വിനയ് ഓഫ് കോഴ്സ് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇവരൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ഇതൊരു ചെറിയ പടമാണ്. ഇതുമായിട്ട് ഒരുപാട് വലിയ പൈസ മുടക്കിയിട്ടുള്ള ഒരുപാട് വലിയ താരങ്ങളുള്ള അങ്ങനെയൊന്നുള്ളൊരു പടമല്ല. ചെറിയ സാധാരണക്കാരാണ്, നമ്മുടെ നാട്ടിൽ താമസിക്കുന്നവരാണെന്നൊക്കെ നമുക്ക് തോന്നുന്ന പോലെയുള്ള ആളുകളും അവരൊരു അഭിനയിച്ചിട്ടുള്ളൊരു പടമാണ്. അതിൻ്റെതായ രസം എനിക്ക് വായിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സ്ക്രിപ്റ്റായിട്ടല്ല വായിച്ചത്. ഞാൻ എന്നെ വിളിച്ചപ്പോൾ ഒരു കഥയാണ് പറഞ്ഞത്, കേട്ടോ ഇന്നപോലെ സംഭവിച്ചു, ഇന്നതാണ് ചെയ്യേണ്ടത്. എന്നോട് ഇപ്പോൾ കേട്ടപ്പോൾ നല്ല രസം തോന്നി, നന്നായിട്ട് തോന്നി. ഞാൻ ശ്രീനേട്ടൻ്റെ കൂട്ടത്തിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്നൊരു സിനിമ ഇതാണ്. അതെൻ്റെ ഒരു വലിയ സന്തോഷമായിരുന്നു. ഇല്ല പുള്ളിക്ക് ഈ കഥ ഇതിനായിട്ട് ബന്ധപ്പെട്ട് പുള്ളിയുടെ ടൈപ്പ് ഓഫ് ഒരു പരിപാടിയല്ല. പിന്നെ അത് കണ്ടാൽ മനസ്സിലാവും. ഇല്ല, ഞങ്ങൾ അങ്ങനെ ചർച്ചകളൊന്നും ഉണ്ടാവാറില്ല പൊതുവെ. അവരാരും വന്നില്ല വിളിച്ചിട്ട്. ഇവിടെ കുറവാണല്ലോ. പ്രാതിനിധ്യമുണ്ട്, സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. സ്ത്രീ കഥയുടെ ടേണിംഗ് പോയിന്റിൽ വലിയ ഘടകമാണ്. അല്ല ഇവിടെ ഇല്ലാന്ന്, ഇവിടെ കാണാറില്ലെന്ന് വെച്ചപ്പോൾ ഇവിടെ വരാൻ പലരും തൻവീടെ ചേട്ടൻ്റെ കല്യാണമാണ്, സുരഭി സീരിയലിന്റെ ഷൂട്ടിലാണ്. അപ്പൊ അങ്ങനെ വീണ അതിന്റെ കൃത്യ തിരക്കിലാന്ന് പറഞ്ഞ വീട്ടിലിരിക്കുകയാണ്. അങ്ങനെ വലിയ വിമോചകനായതുകൊണ്ടൊന്നുമല്ല, അവനൊക്കെ നോക്കിയിട്ട് അവന് ഒരു തൃപ്തി വരുന്നില്ല. നീ വിചാരിക്കുന്ന പോലെ അവനൊരു സ്ത്രീ വിമോചകനായിട്ട് ഇവിടെ സ്ത്രീ അതൊന്നും അല്ല, അവൻ നോക്കിയപ്പോൾ ഒരു സുഖമില്ല. അതാണ് അവൻ ചോദിച്ചത്. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്, എനിക്കും അറിയാം. അല്ലാതെ ഈ സിനിമയിലെ സ്ത്രീ പ്രാതിനിധ്യം എന്നൊക്കെ ചോദിച്ചാൽ അത്രയില്ല. നോക്കിയിട്ട് അവനൊരു സ്ത്രീ വന്നു, പ്രാതിനിധ്യമുണ്ട്. നീ കാണുന്നുണ്ടല്ലോ, എനിക്ക് കാണാൻ പറ്റുന്നില്ല. അവിടെയാണ്, നീ അവിടെ നോക്കിയിട്ട് നീ വന്നെന്ന് പറഞ്ഞ ആള് വിളിക്കുന്നത്. ഇപ്പം ഓൺലൈൻ ഗെയിമിംഗ് ആപ്പുകളുടെ കാലഘട്ടമാണ്. അപ്പം അതിന്റെ ദൂഷ്യവശങ്ങൾ നമുക്ക് നന്നായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കാം. അപ്പൊ കഴിഞ്ഞ ദിവസം ധ്യാൻ ചേട്ടന്റെ ഒരു അഡ്വർടൈസ്മെന്റ് ഉണ്ട്, അത്തരം ഒരു ആപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പം സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു കലാകാരൻ എന്ന നിലയിൽ അങ്ങനെ ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? സാമൂഹിക പ്രതിബദ്ധത ഉണ്ടെന്ന് ആരാ പറഞ്ഞത്? ഞാൻ എന്നോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിന്നോട് ഞാൻ പറഞ്ഞ സിമി എനിക്ക് സാമൂഹിക പ്രതിബദ്ധത ഉണ്ടെന്ന് അങ്ങനെ വിചാരിച്ചു ഇല്ല. ഡോറ് തുറന്നു കൊടുക്കുകയാണ്, ഒരു ചോദ്യം ഇറങ്ങി പോകുന്നത്. ഞങ്ങൾ ആപ്പ് കൈസേവോ പ്രൊമോട്ട് ചെയ്യാൻ വന്നിരിക്കുന്നു. ഷാറുഖ് ഖാൻ ഗുഡ്ക പാന് പ്രൊമോട്ട് ചെയ്യുന്നത് വിമൽ മറ്റേ ബസന്തി എന്ന് പറയുന്നത് പേര്. നീ ഇത് ഷാറുഖ് ഖാനോട് ചോദിക്കോ? എന്നോടല്ലേ ചോദിക്കുള്ളൂ, നിനക്ക് എന്നോടൊരു പരിചയമുള്ളതുകൊണ്ട്. ഇവിടെ സിഗരറ്റ് സ്മോക്കിംഗ് എന്ന് പറഞ്ഞത് എന്തിനാണ് ഇത് വിൽക്കുന്ന ഈ സാധനം? ഇതൊക്കെ എല്ലാവർക്കും അറിയില്ലേ? ഇത് കളിക്കണ്ട, പ്രശ്നം തീർന്നില്ലേ? നിങ്ങൾക്കറിയില്ലേ? ഇനി പൈസ വരില്ല ആൾക്കാർക്ക് ഞാൻ പൈസ കൊടുക്കും.
അത് കുറേ സ്ഥലത്ത് പോയി പറഞ്ഞായിരുന്നു. ഇത് ആപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റേ മലയാളത്തിലുള്ള ആപ്പ് വെക്കുക എന്ന് പറഞ്ഞ പോലത്തെ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ പറഞ്ഞത് ഇതിനുള്ളൊരു പ്രധാന കഥാപാത്രം സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്ന പെൺകുട്ടി ഹിന്ദി സ്പീക്കിംഗ് ആളാണ്. അപ്പം അതുകൂടെ കൊണ്ട് ആ കേസേഹോ എന്നുള്ള രീതിയിൽ വെച്ചതാണ്. പറയുന്നുണ്ട് ജീവിച്ചേട്ടാ, ഇപ്പം 21 ഗ്രാംസിലെ കഥാപാത്രം വളരെ ശ്രദ്ധിക്കപ്പെട്ടായിരുന്നു. അപ്പം അതിനുശേഷം ഇനി കണ്ടിന്യൂസ് അതുപോലത്തെ അല്ലെങ്കിൽ വേറെ ലെവലുള്ള കഥാപാത്രങ്ങൾ വരും എന്നുള്ളതിലായിരുന്നു. പക്ഷെ വന്നില്ല. പക്ഷെ ഈ ചിത്രത്തിലെ കഥാപാത്രം കുറച്ച് ഡിഫറെന്റ് ആണ്. ഞാനും വിചാരിച്ചതാണ്. എന്തുകൊണ്ടാണ് ഞാൻ വരുമെന്ന് വിചാരിച്ചതിനെ പറ്റി പറയുമ്പോഴേ ആ വേദന എനിക്ക് അറിയാം. അതുകൊണ്ട് അവനെ സഹായിച്ചതാണ്. ഞാനും ആ വഴിക്കാ വരുന്നേന്ന് തോന്നുന്നുണ്ടോ? എല്ലാ പടം കഴിയുമ്പോഴും ഇത് കണ്ടിട്ട് ആരെങ്കിലും ഒക്കെ വിളിക്കും. അങ്ങനെ ഒരുപാട് പേർക്കും വിളിച്ചില്ല. 21 ഗ്രാംസ് കഴിഞ്ഞിട്ട് 3 പേരെ വിളിച്ചത്, ധ്യാൻ ചേട്ടനടക്കം. അതിൽ ധ്യാൻ ചേട്ടൻ പടമാണ് ചെയ്തത്. അപ്പൊ ഇത് കഴിയുമ്പോഴും കുറെ പേര് വിളിക്കും എന്നുള്ള പ്രതീക്ഷയിലായിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു വിളിക്കുമായിരിക്കും തോന്നുന്നു. ഇത് 21 ഗ്രാംസ് പോലല്ല, കുറച്ച് ഫുൾ ടൈം ഒരു കോമഡി എനർജി, പിന്നെ ദിവ്യനുമായിട്ട് അല്ലേ നല്ല രസമാണ്. നേരത്തെ ധ്യാൻ ചേട്ടൻ പറഞ്ഞ പോലെ ഒരു വിന്റേജ് മുകേഷ് ചേട്ടൻ, ഡേ എന്നൊക്കെ വിളിക്കുന്ന ഒരു വിന്റേജ് മുകേഷ് ചേട്ടൻ. അവര് വിളിക്കാൻ വേണ്ടി വിളിക്കുമ്പോ നീ ഫോൺ ഓഫ് ചെയ്ത് വെക്കരുത്. അപ്പൊ അങ്ങനെ എനിക്ക് തോന്നുന്നു പിന്നെ ഒരു ത്രൂ ഔട്ട് ചെയ്തിട്ടുള്ള ഒരു വേഷമാണ്. എനിക്കൊന്ന് വർക്കൗട്ട് ആവും. എന്തുകൊണ്ടാണ് വിളിക്കാതിരിക്കുന്നത്? കാരണം ധ്യാൻ ചേട്ടൻ പറഞ്ഞത് വിജയെ പോലെ നല്ലൊരു ആക്ടർ, ഇത്ര എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആക്ടറാണ്. ആക്ടർ ആയിട്ടില്ല, ഇത് പറയാം, അഭിനയിക്കുന്ന ഏത് കഥാപാത്രം കൊടുത്താലും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു ആക്ടറാണെന്ന് തെളിയിച്ചതാണ് ഓൾറെഡി. നല്ലൊരു ആങ്കറാണ്. അപ്പോൾ എന്നിട്ട് ഇതുപോലെ അവസരങ്ങൾ വരുന്നില്ല എന്ന് പറയുമ്പോൾ അത് ഒരു സമയമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അത് ആ ഗ്രൂപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വരുമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യണമായിരിക്കും. ഈ പറയുന്ന പോലെ പിന്നെ പണ്ട് പോലെ എല്ലാവരും പറഞ്ഞിട്ടില്ലേ, നമുക്കാണ് സിനിമ ആവശ്യം, സിനിമയ്ക്ക് നമ്മളെ ആവശ്യമില്ല. അപ്പം നമ്മളിങ്ങനെ ശ്രമിക്കുക, വരുന്നവർ വേഷങ്ങൾ എത്രയും നന്നാക്കി ചെയ്യാൻ പറ്റുമോ അത്രയും നന്നാക്കി ചെയ്യുക എന്നുള്ളതാണ്. അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഓസ്കാർ ലെവലിലുള്ള അഭിനയം കാഴ്ചവെക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ പയ്യെ ഇങ്ങനെ പഠിച്ചു വരുവാണ്. നന്നാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവരും കണ്ട അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നല്ലതാണെങ്കിൽ നല്ലത്, ഇന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ നന്നാക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ കുറച്ചുകൂടെ പഠിക്കാൻ പറ്റും. അടുത്ത പടം വരുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റും. ആകെ ചെയ്യാൻ എല്ലാവർക്കും ചെയ്യാൻ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിൽ പോയി കണ്ട് സത്യസന്ധമായ അഭിപ്രായം പറയുക, കുറച്ച് കൂടുതൽ പ്രേക്ഷകരിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് പറഞ്ഞ് കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുള്ളൂ.